ഈ ചുറ്റുവട്ടത്തുള്ളവർക്ക് പോലും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു 19 വർഷമായിട്ട് ഇതിലുണ്ടെന്ന് അറിയില്ല. അമ്മേ നല്ലമ്മേ കൊടുങ്ങല്ലൂർ കാവിൽ വാഴും അമ്മേ, കോർമുടിയാടമ്മേ ചെന്താമരച്ചേലിൽ വാഴും അമ്മേ. നമസ്കാരം, ESP മീഡിയയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഞാൻ ഇബ്രു. ഇന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം എൻ്റെ എല്ലാ വീഡിയോസിനും ലൈക്കും കമൻറ്റും തരുന്ന ഒരാളുണ്ട്. അതിനുശേഷം ഫേസ്ബുക്കിൽ നിന്ന് എൻ്റെ നമ്പർ മേടിച്ച് എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുകയും പുള്ളിക്കാരൻ പാടുന്ന പാട്ടുകളൊക്കെ എനിക്ക് അയച്ചു തരികയും ചെയ്തു. അങ്ങനെ ഞാൻ തിരിച്ച് വിളിച്ചു. എന്താണ് താങ്കളുടെ പേരെന്ന് ചോദിച്ചപ്പോൾ ബിജു എന്നാന്ന് പറഞ്ഞു. എവിടെ സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ പുക്കാട്ടുപടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ കണ്ടു, നല്ല രസമുണ്ടല്ലോ പാട്ടൊക്കെ എന്ന് പറഞ്ഞു. എൻ്റെ 19 വർഷമായിട്ട് നാടൻപാട്ട് കലയിൽ നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് നിങ്ങളുടെ ചാനലിൽ വരണം എന്നൊരാഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിന് ശ്രമിക്കാം, തീർച്ചയായിട്ടും നമുക്ക് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. എടത്തിക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഞാൻ പുക്കാട്ടുപടിക്ക് എത്തിയപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു, നിങ്ങളുടെ ലൊക്കേഷൻ എനിക്കൊന്ന് അയച്ചു തരുമോ ചോദിച്ചു. ഇന്നിപ്പോൾ രാവിലെയാണ്. അപ്പോൾ ആൾ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു ഒരു 10 മിനിറ്റ് ഞാൻ ഇപ്പോൾ തന്നെ എത്തുമെന്ന് പറഞ്ഞു. എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നു. അങ്ങനെ ലൊക്കേഷനിൽ ഞാൻ എത്തിയേക്കാണ്. അങ്ങനെ ലൊക്കേഷനിൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും നമുക്ക് ആളെ ഒന്ന് വിളിച്ചു നോക്കാം. ബെല്ലടിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഫുള്ള് റബ്ബർ തോട്ടവും കാര്യങ്ങളൊക്കെയാണ്. നമസ്കാരം. നിങ്ങൾ പറഞ്ഞ ലൊക്കേഷനിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു റബ്ബർ തോട്ടമൊക്കെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഒരു എന്താ ലച്ചൂസ് കളക്ഷൻസ് എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ബോർഡ് ഇവിടെ ഉണ്ട്. നമ്മുടെ ഒരു ചെറിയ സ്ഥാപനമാണ് വൈഫിന്റെ. പക്ഷെ ഇവിടെ ഷോപ്പൊന്നും കാണുന്നില്ല. അങ്ങനെ വലിയ ഷോപ്പൊന്നും ഇല്ല. ഇങ്ങോട്ട് പോരാ. ഞാൻ വരുന്നുണ്ട്. ഇവിടെ വരുന്നുണ്ട് ആള്. ആൾക്കറിയില്ല കേട്ടോ. ഇങ്ങനെ ഈ വീഡിയോ എടുക്കണെയാണ് എന്താണെന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ വിളിച്ചു ലൊക്കേഷൻ ഇട്ട് തരുമെന്ന് പറഞ്ഞു. നമസ്കാരം. നമ്മൾ നേരിട്ട് ക്യാമറ നിങ്ങളല്ലേ പറഞ്ഞു ചാനലിൽ പറഞ്ഞു. അല്ല, ഞാൻ വിചാരിച്ചു ഇവിടെ പോകുന്ന വഴി ഇങ്ങ് കേറാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിചാരിച്ചത്. ക്യാമറ ആയിട്ടാണ് ഞാൻ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇപ്പൊ എവിടെ പോകാൻ വേണ്ടി നിൽക്കണെയാണ്? ജോലിക്ക് പോകാനായിട്ട് നിൽക്കുന്നത്. ഞാനേ ഇതൊന്നും പറഞ്ഞില്ല. നേരെ നമ്മുടെ ചാനൽ, നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, സർപ്രൈസ് കൊടുക്കുക എന്നുള്ളൊരു സംഭവമാണ്. ഞാൻ ഇവിടെ വന്നതിനിപ്പോ ലൊക്കേഷൻ വന്നതിനിപ്പോ ഇവിടെ ഒന്നുമില്ല. പിന്നെ ആകെ ഒരു വീടുള്ളൂ, വേറെ ആരെയും കാണാനില്ല. അതാണ് ഞാൻ വിളിച്ചു നോക്കിയത്. ഞാന് ബ്രുവായി വിളിച്ചപ്പോ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാല് ഇറങ്ങാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു സത്യം പറഞ്ഞ പോകുന്ന വഴിയിൽ എങ്ങോ ജസ്റ്റ് ഒന്ന് ഒരു 10 മിനിറ്റ് പെട്ടെന്ന് തന്നെ പുക്കാട്ടുടിക്കാ വിളിച്ചത്. ശരി വേണം ലൊക്കേഷൻ. പിന്നെ പുക്കാട്ടുടിക്കാണെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടത് നമുക്ക് അറിയില്ലല്ലോ. ഇത് എടത്തിക്കാട് എന്നാണ് ഈ പ്രോപ്പർ പ്ലേസിന്റെ പേര്. നമ്മളെ അറിയപ്പെടുന്ന അല്ല, നമ്മളെ പറയുന്ന തന്നെ എടത്തിക്കാട് ബിജു എന്ന് പറഞ്ഞിട്ടാണ്. എടത്തിക്കാട് ബിജു എന്ന് പറയുന്നത് നാടൻ പാട്ടിലൊക്കെ ഒരുപാട് പാടുന്ന ഒരു വ്യക്തിയാണ് ബിജു എടത്തിക്കാട്. വീട് എവിടെയാ? വീട് ഇവിടുന്ന് കുറച്ച് നടക്കാൻ വരും. നമുക്ക് വീട്ടിലേക്ക് പോവാം. പ്രതീക്ഷിച്ചോ? ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചേ എവിടെയോ പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് കേറുമ്പോ കണ്ടിട്ട് സംസാരിച്ചു പോവാം. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. ഞാൻ വിചാരിച്ചു അങ്ങനെ കാണാന്നുള്ള. ഇതാണ് കുഞ്ഞു ഭവനം. അപ്പൊ ഇതാണ് വീട്. അപ്പൊ ഇവിടെ നിന്നാണ് എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കുന്നത്. അതെ. എനിക്ക് തോന്നുന്നു എത്ര നാളായി ഇപ്പൊ നമ്മൾ മെസ്സേജ് അയക്കാൻ തുടങ്ങി? നമ്മളൊരു 2-3 വർഷത്തിന്റെ അടുത്ത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ചില വീഡിയോസ് എന്ന് വെച്ചാൽ ഈ നമുക്കതിൽ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അതിൽ പറഞ്ഞ് നമുക്ക് കേൾക്കാൻ തോന്നും, അത് കാണാൻ. അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതാണ്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ നേരിട്ട് കാണാൻ പറ്റിയതിൽ. ഇത് ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് വഴിയില്ല? ഇല്ല, ഇവിടെ തന്നെയാണ്. എടത്തിക്കാട്, പുക്കാട്ടുപടി എടത്തിക്കാട്. അപ്പൊ ഇത് പുക്കാട്ടുപടി എടത്തിക്കാടില് ബിജു എടത്തിക്കാട് എന്ന് പറയുന്ന ഒരു നാടൻ പാട്ടൊക്കെ പാടുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലാണ് ഞാൻ വന്നേക്കുന്നത്. എന്നെ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് ഇപ്പൊ ഈ അടുത്ത റീസെന്റ് ആണ് എനിക്ക് കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ട് എന്നോട് പറയാണ്, എനിക്കൊന്ന് ചാനലിൽ വരണം എന്നൊരു ആഗ്രഹം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പാട്ടൊക്കെ ഇപ്പൊ ഇത്രയും വലിയ പാട്ടൊക്കെ പാടുന്ന ആളാണല്ലോ, അപ്പൊ എന്നെ എന്തിനാ വിളിക്കണെന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പൊ അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഇവിടെ വന്നത്. എന്തായാലും
അതിന് 100% സർപ്രൈസ് ആയിരുന്നു എന്തായാലും. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് മിക്ക സ്ഥലത്തും പോണത് കേട്ടോ. അല്ല അത് പക്ഷെ ഞാൻ കണ്ടോണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ എന്റെ അടുത്ത് അത് ഉദ്ദേശിച്ചില്ല. ഞാൻ എന്റെ ചാനലിൽ ഇപ്പൊ കാണുന്നവരൊക്കെ വിചാരിക്കും ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണ്, പറഞ്ഞു കൊടുത്തതാണ് എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ടാവും. പക്ഷെ ഒരിക്കലും അല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരുപാട് ദിവസമായിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കും ഒക്കെ ചെയ്യും. അപ്പൊ എനിക്കൊന്ന് വരണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ എങ്ങനെ വന്ന് തുടങ്ങും, എങ്ങനെയാകും എന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഇത് റിയൽ ആണോ എന്ന് എനിക്കും കൂടി ഒന്ന് അറിയണം. എന്നെ വിളിക്കണതും മെസ്സേജ് അയക്കുന്നതൊക്കെ, എന്നെ ഫോളോ ചെയ്യണത് റിയൽ ആണോ എന്നും കൂടി എനിക്കൊന്ന് അറിയണം. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് രാവിലെ തന്നെ പോകുന്നത്. പഞ്ചായത്തിലാണ് വർക്ക് ചെയ്യുന്നത്. വെങ്ങോല പഞ്ചായത്തിലാണ് വർക്ക് ചെയ്യുന്നത്. പഞ്ചായത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന സമയമാണ്, രാവിലെയാണ്. അപ്പോൾ ഞാൻ അപ്പത്തേക്കും വേഗം ഓടി വന്നേക്കാണ്, അല്ലെങ്കിൽ പിന്നെ ആളെ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര വർഷമായി ഇപ്പം ശരിക്കും നാടൻപാട്ടിലേക്ക്? നാടൻപാട്ട് രംഗത്ത് ഞാനൊരു 19 വർഷമായിട്ട് നാടൻപാട്ട് രംഗത്തുണ്ട്. ശരിക്കും ഈ ചുറ്റുവട്ടത്തുള്ളവർക്ക് പോലും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു 19 വർഷമായിട്ട് ഇതിലുണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ ഈ അടുത്തിടെ കുറച്ച് ഫേസ്ബുക്കോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ചെറിയതായിട്ട് പാട്ടുകളൊക്കെ ഓരോരുത്തരൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലൊക്കെ ചെറിയ കലാകാരന്മാർ അറിയപ്പെടുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ആളുകളുടെ ഒരു ഇതാണ്. കാരണം വേറെ ഒരു മാധ്യമം അല്ലെങ്കിൽ ഒരാളും അങ്ങനെ ലൈവായിട്ട് പറയില്ല. ഒരു പരിപാടി വന്ന സമയത്ത് ഞാൻ എപ്പോഴും നമ്മുടെ പരിപാടിയൊക്കെ കാണുമ്പോൾ യൂട്യൂബർമാർ അടുത്ത് എപ്പോഴും പറയാറുണ്ട്. കാരണം ഒരിക്കലും അവർക്ക് ആ പരിപാടി ആസ്വദിക്കാൻ പറ്റില്ല. അവരിത് മൊത്തം കവറപ്പ് ചെയ്ത് അതിൽ പിന്നെ വർക്ക് ചെയ്ത് എത്ര മനോഹരമാക്കിയിട്ടാണ്. എൻ്റെ ചില പാട്ടുകളൊക്കെ ഉണ്ട്, എൻ്റെ അല്ല കൂട്ടാളികളുടെ എല്ലാവരുടെയും ഉണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും അവരൊക്കെ ഒരു സെലിബ്രേറ്റ് ആവുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് എന്നെ ഒന്ന് എന്നെയൊക്കെ ഒന്ന് പരിഗണിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പരിഗണിക്കണം, എന്തെങ്കിലും പ്രിപ്പയർഡ് ആവാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോവാം. പ്രിപ്പറേഷൻ്റെ ആവശ്യമുണ്ടോ? ചെറിയ നാടൻ പാട്ട് കലാകാരന് ഇനി നമുക്ക് ഒന്നും ഒരു പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല. ഞാൻ ഇങ്ങനെ വന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ല, കുഴപ്പമില്ല, സന്തോഷമുള്ള. ഞാനത് സർപ്രൈസ് വന്നിനി നെഞ്ചുവൻ എടുക്കാതിരുന്നത്. ഇല്ല. അപ്പൊ എന്താണെങ്കിൽ നമുക്ക് രണ്ടുപേരും പാട്ട് പാടിയിട്ട് നമുക്ക് തുടങ്ങാം. പണ്ടുള്ള കാലം തൊട്ടേ നമ്മള് വല്യ പാണിക്കാരല്ലേ, പൊന്നും മോതലല്ലാട്ട കുഞ്ഞാഞ്ഞേ ബന്ധം വേലുതാണെന്നും. എന്താണ്? പൊന്നും മോതലല്ലാട്ട കുഞ്ഞാഞ്ഞേ ബന്ധം വേലുതാണെന്നും. ഈ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ പോകണം, എല്ലാ ബന്ധങ്ങളും നന്നായിട്ട് പോവുക. ഈ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ബന്ധങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഫോളോ ചെയ്തു സംസാരിക്കാറുണ്ട്, വീഡിയോസ് അയച്ചു പറഞ്ഞപ്പോൾ ആ ഒരു ബന്ധത്തിന്റെ പുറത്താണ് വന്നത്. തീർച്ചയായിട്ടും. എന്തായാലും പിന്നെ എനിക്ക് ഇതുപോലെ തന്നെ ഒരുപാട് എല്ലാ വീഡിയോസ് ഇടുമ്പോൾ അതിനൊക്കെ എനിക്ക് കമന്റ് ചെയ്യുക, എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യും. ഇതുപോലെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാസർഗോഡ് നിന്ന് ചെയ്യുന്നുണ്ട്, അതുപോലെയുള്ള പല സ്ഥലത്തും ചെയ്യുന്നുണ്ട്. ഞാൻ എറണാകുളത്താണ്. വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് അവിടെ എത്താൻ പറ്റാത്തത്. കാരണം എത്താൻ പറ്റുന്നവരുടെ അടുത്തൊക്കെ ഞാൻ എത്തുന്നുണ്ട്, ഇതുപോലെ തന്നെ ഞാൻ ഓടി എത്തുന്നുണ്ട്, ഞാൻ അവരെ പരിചയപ്പെടുത്തുന്നുമുണ്ട്. അപ്പോൾ ഏതാ ട്രൂപ്പിലെന്തെങ്കിലും ട്രൂപ്പിലെന്ന് വെച്ചാൽ ഞാനൊരു 19 വർഷമായിട്ട് ഒരു ട്രൂപ്പിൽ തന്നെ. അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് തൊട്ട് ഞാനും സുധീഷ് ആട്ടക്കുളം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ കുറേയേറെ സ്ട്രഗിൾ ചെയ്ത് ഇപ്പോൾ ഒരു സേഫ് സോൺ എന്നല്ല പറയുന്നത്, ഇപ്പോൾ ഒരു ചെറിയൊരു കുഷ്യൻ സീറ്റിലാണ്. അത്യാവശ്യം കുറച്ച് പ്രോഗ്രാമൊക്കെ ഇട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം തന്നെ ഒരു 4-5 പ്രോഗ്രാം ഉണ്ടായിരുന്നു. ട്രൂപ്പിൻ്റെ പേര് സ്വർലയ കലാവേദി ആട്ടക്കളം എന്ന് സാധാരണ കുഞ്ഞു യൂട്യൂബിലൊക്കെ, വലിയ യൂട്യൂബ് അല്ല, നിങ്ങളുടെ പോലത്തെ വലിയ യൂട്യൂബ് അല്ല, യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് അടിച്ചാൽ കുറച്ച് പാട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ഒന്നും അങ്ങനെ നമ്മൾ ആട്ടക്കളം എന്നൊക്കെ അടിച്ചാലൊന്നും വരാറില്ല. ഇപ്പോൾ വെറുതെ ആട്ടക്കളം എന്നൊക്കെ അടിച്ചാൽ എൻ്റെ കുഞ്ഞു പാട്ടും നമ്മുടെ കൂട്ടാളികളുടെ പാട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു 19 വർഷമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിച്ച് വരുന്നതാണ്. പിന്നെ നമ്മുടെ ഒരു ട്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഒത്തിരി കലാസമിതികളുണ്ട് ഈ നാടൻപാട്ട് രംഗത്ത്. അപ്പോൾ അതിൽ നമ്മുടെ ഒരു പ്രത്യേകത നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്, തനതായിട്ടുള്ള നാടോടി വാദ്യങ്ങൾ, തനതായിട്ടുള്ള വാദ്യങ്ങൾ ഉപയോഗിച്ച്, അതിപ്പോൾ എല്ലാവരും ആധുനിക ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഭൂരിഭാഗം ആളുകൾ ചെയ്യുന്നത്. അവരെ നമ്മൾ മോശം പറയുന്നതല്ല, നമ്മുടെ ഒരു ഇഷ്ടം നാടൻപാട്ടെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു തനിമ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പം നമ്മളതിൽ ഇപ്പോഴും ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തനിമ നിലനിർത്തി തനതായിട്ടുള്ള നാട്ടുവാദ്യങ്ങൾ ഉപയോഗിച്ച് നാടൻപാട്ടിൻ്റെ തനിമ പരമാവധി നഷ്ടപ്പെടുത്താതെ അവതരിച്ച് പോരുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ
ഫോൺ എടുത്തോ, ഒന്നും പ്രിപ്പയർഡ് അല്ല, അതുകൊണ്ട് സൈലന്റ് ഒന്നും ആക്കാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. ഒന്നല്ലെങ്കിൽ സൈലന്റ് ആക്കാം, അല്ലെങ്കിൽ ഫോൺ എടുത്തോ, കാരണം ഓഫീസിൽ നിന്നായിരിക്കും. ഞാൻ സത്യം പറഞ്ഞ ലീവ് കൂടി പറഞ്ഞില്ല. ഞാൻ ഇബ്രുബായിനൊന്ന് കണ്ടിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. ഇനി ഓഫീസിൽ നിന്നാണോ വിളിച്ചതെന്ന് നോക്കിട്ട്, ഇനി എന്തായാലും കുഴപ്പമില്ല, എന്തെങ്കിലും പറയാലോ, ഇത് വരുമ്പോ അവരുടെ അടുത്ത് പറയാലോ ഇതായിരുന്നു കാര്യമൊന്നും. ഈ ചെറുപ്പം മുതൽ എങ്ങനെ പരിപാടികളൊക്കെ ചെറുപ്പം എന്ന് വെച്ചാൽ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ക്ലാസ്സുകളിലൊക്കെ എല്ലാ പിള്ളേരും പാടുന്ന പോലെ ഒരു കുഞ്ഞതായിട്ടൊക്കെ പാടുമായിരുന്നു. പിന്നെ ഈ നാടൻപാട്ട് രംഗത്തിലേക്കൊക്കെ ഒരു ഇഷ്ടം തോന്നുന്നു. തീർച്ചയായിട്ടും അറിയാമല്ലോ, നാടൻപാട്ടെന്ന് പറയുമ്പോൾ കലാഭവൻ മണിച്ചേട്ടൻ്റെ പാട്ടുകളാണ്. അപ്പോൾ കലാഭവൻ മണിച്ചേട്ടൻ്റെ പാട്ടുകളൊക്കെ കേട്ടാണ് നാടൻപാട്ടിനോട് ഇഷ്ടം തോന്നിയതും. പിന്നെ ഈ ട്രൂപ്പ് എന്നുള്ള സങ്കല്പം അല്ലെങ്കിൽ ഇതൊരു പരിപാടിയായിട്ട് നമുക്കും കൂടി അവതരിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നിയത് കരിന്തലക്കൂട്ടം എന്ന് പറഞ്ഞിട്ടൊരു തൃശ്ശൂരുള്ളൊരു നാടൻപാട്ട് സമിതിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് 100% പറയാം. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടൊരു കൂട്ടായ്മ വന്ന് അങ്ങനെ ചെയ്ത് ഇപ്പോൾ നിലവിൽ ഈ സ്ഥിതിയിൽ നിൽക്കുന്നത്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. മണിച്ചേട്ടൻ്റെ ഒരു പാട്ടാണ്. മണിച്ചേട്ടൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ ഏത് പാട്ട് ഇബ്രുബായി? ഇഷ്ടമുള്ള, എനിക്ക് മണിച്ചേട്ടൻ്റെ എല്ലാ പാട്ടും എനിക്ക് ഇഷ്ടമാണ്. മണിച്ചേട്ടൻ്റെ ജന്മദിനം ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും മണിച്ചേട്ടന് വേണ്ടിയിട്ട് ഒരു പാട്ട്. എന്നോടെന്തേ മിണ്ടാത്തേ, എന്നെ എന്തേ കാണാത്തേ, എന്നെ മറന്നോ ചേട്ടാ, എൻ്റെ ഉണ്ണിയേട്ടാ, എന്നെ വെറുത്തോ ചേട്ടാ. എന്നോടെന്തേ മിണ്ടാത്തേ, എന്നെ എന്തേ കാണാത്തേ, എന്നെ മറന്നോ ചേട്ടാ, എൻ്റെ ഉണ്ണിയേട്ടാ, എന്നെ വെറുത്തോ ചേട്ടാ. ഇന്നിവിടെ പൂയമല്ലേ കൺമണി നീ വരികില്ലേ, കണ്ണായ നിന്നെ ഞാൻ പൊന്നാടയണീക്ക, പൂമുഖത്തായൊരു പൂമുത്തം തന്നിടാം, പൂങ്കുയിലെ കുയിലെ കുയിലെ പൂങ്കുയിലെ കുയിലേ. എന്നോടെന്തേ മിണ്ടാത്തേ, എന്നെ എന്തേ കാണാത്തേ, എന്നെ മറന്നോ ചേട്ടാ, എൻ്റെ ഉണ്ണിയേട്ടാ, എന്നെ വെറുത്തോ ചേട്ടാ. അടിപൊളി. അധികം കേട്ടിട്ടില്ല കേട്ടോ ഈ പാട്ട്, അധികം കേൾക്കാത്തൊരു പാട്ടാണ്. ഇപ്പൊ ഈ ജോലിയുടെ ഇടയിൽ നിന്ന് സമയം കണ്ടെത്താൻ പറ്റുമോ നമുക്ക്? ജോലിയുടെ ഇടയിൽ നിന്ന് ഇപ്പൊ നിലവിൽ വെങ്ങോല പഞ്ചായത്തിലാണ്. അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ അവിടെയും കുറച്ച് കലാകാരന്മാരൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്കൊക്കെ ഇതിൻ്റെ ഒരു അസുഖം ഉള്ളത് കൊണ്ട് നമ്മുടെ സീനിയർ ആയിട്ടുള്ള സാർമാർ, അപ്പോൾ അവരുടെ അടുത്തൊക്കെ നമ്മളിങ്ങനെ പറയും, സാർ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഇത്തിരി നേരത്തെ ഇറങ്ങും എന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ല ബിജു, അത്ര അവർ ആ സീരിയസ്നെസ് വിടാതെ പറയും, നേരത്തെ വന്നോട്ടോ അല്ലെങ്കിൽ ഇത്ര സമയമായിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞാലും അവർ നല്ല സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഭരണസമിതി ആണെങ്കിലും ഇപ്പോൾ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ അവിടുത്തെ ഭരണസമിതിയിൽ ആരുടെ അടുത്ത് പറഞ്ഞാലും അവരൊക്കെ സപ്പോർട്ടാണ്. അവിടെ ഒരു കുഞ്ഞു പരിപാടിയൊക്കെ അവിടെ ഒരു സംഘടിപ്പിക്കുമ്പോൾ അവിടെ തൊട്ടടുത്ത് ഒരു കമ്മ്യൂണിറ്റി ഹാളൊക്കെ ഉണ്ട് പഞ്ചായത്ത് വക. അപ്പോൾ അവിടെ ഒരു കുഞ്ഞു പരിപാടിയൊക്കെ വരുമ്പോൾ നമ്മളവിടുത്തെ ഒരു സെലിബ്രിറ്റിയാണ്, പാടാനൊക്കെ പറ്റും. അപ്പോൾ പഞ്ചായത്തിലുള്ളവരോട് ഒരു അപേക്ഷയുണ്ട്, ഇന്ന് ചിലപ്പോൾ ഒരു അരമണിക്കൂർ വൈകിയായിരിക്കത്തുള്ളൂ. അപ്പോൾ അത് ഞാനാണ് പിടിച്ചു നിർത്തിയത്, പറയാതെയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ 2 മക്കളാണ്. ഒരാൾ 6ാം ക്ലാസ്സിൽ, ഒരാൾ UKG-യിൽ. 2 പെൺകുട്ടികളാണ്. അവരും അത്യാവശ്യം ഇന്ന് ക്ലാസ്സിൽ പോയേക്കാണ്. അവരും അത്യാവശ്യം കുഞ്ഞു പാട്ടൊക്കെ പാടുന്ന ആൾക്കാരാണ്. ഇതിപ്പോ സർപ്രൈസ് ആയിട്ട് വന്നോണ്ട്, അല്ലെങ്കിൽ ഞാൻ അവരെയൊക്കെ നിർത്തി അവരുടെ പാട്ടൊക്കെ കേൾക്കായിരുന്നു. അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല. കാരണം വെച്ചാൽ പുക്കാട്ടുടിക്ക വന്നപ്പോൾ ഈ ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് അടുപ്പിച്ച് എനിക്ക് മെസ്സേജ് വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തായാലും പെട്ടെന്ന് തന്നെ വരണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേഗം വിളിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ്, ഞാൻ വണ്ടിയിലിരുന്നപ്പോഴാണ് നമ്മൾ നിഖിലായിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു കുട്ടികളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, ക്ലാസ്സിൽ പോയിട്ടുണ്ടാകും, പറഞ്ഞിട്ട് പോകണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ച് ഇത് സ്വാഭാവികമായിട്ടും വരുമ്പോൾ ഇങ്ങനെ ഒന്ന് പ്രിപ്പയർ ആയിട്ടിരിക്കേ. അല്ലെങ്കിൽ ഞാൻ സത്യം പറയാം, ഞാൻ ചില കണ്ട വീഡിയോയിലൊക്കെ സത്യം പറഞ്ഞ സ്ക്രിപ്റ്റഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നേരത്തെ വന്ന് പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ സ്ക്രിപ്റ്റഡ് ആയിരിക്കുന്നു. പക്ഷെ ഇത് നിങ്ങളെല്ലാവരും കേട്ടോ, ഇതൊന്നും ഒരു സ്ക്രിപ്റ്റഡും അല്ല. സത്യം പറഞ്ഞാൽ മേക്കപ്പ് കൂടി ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ എന്നെ വിളിച്ചത്, അങ്ങനെയാണല്ലോ. ആ ഒരു വിളിച്ചതിന്റെ രീതിയിൽ തന്നെയാണ് ഞാൻ വന്നിട്ട് ഇത് തന്നെയാണ് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. എന്താണ് ഒറിജിനൽ സംഭവം എന്താണോ അത് നമ്മൾ അവരിലേക്ക് എത്തിച്ച് അവരാണ് ഇനി
കഴിവ് തെളിയിച്ച് നമ്മളെ കൊണ്ടുവരേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ വന്ന് ഇപ്പോൾ ഒരു പ്രിപ്പയർഡ് ആയി നിന്ന് പാട്ടൊക്കെ പഠിച്ചപ്പോൾ മണിച്ചേട്ടൻ്റെ പാട്ട് പാടുമ്പോൾ ഏതാണെന്ന് കൺഫ്യൂഷൻ വന്നതൊക്കെ വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്യാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അല്ലെങ്കിൽ നേരത്തെ പറയാറുണ്ട് ഇന്ന പാട്ടൊക്കെ പാടാൻ പറ്റും എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്താ പറയുക, എല്ലാ കലാകാരന്മാരും പറയുന്ന പോലെ നിങ്ങളൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഒരു ധൈര്യമായിട്ടൊരു സ്ഥലത്ത് നിന്ന് പറയാനും ഇതേപോലെയൊക്കെ ഒന്ന് സംസാരിക്കാനും ഇതേപോലത്തെ വലിയ ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് വരുന്നതൊക്കെ. അല്ല, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കലാകാരൻ എന്ന ഇപ്പോൾ ചിലപ്പോൾ ഇത് കാണുമ്പോഴാണ് ഇപ്പോൾ ഈ അടുത്ത വീട്ടുകാർ പോലും നമുക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്, നമ്മളെവിടെയും പോകുമ്പോൾ അങ്ങനെ പരിപാടിക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറിച്ച് ചെറുതായിട്ടുള്ളൂ, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഇങ്ങനെ പാട്ടുകാരനൊന്നും അവരൊന്നും ഒരാൾക്കും നമ്മുടെ ഇപ്പോൾ സത്യം പറഞ്ഞ നാട്ടിൽ പോലും അത്ര അങ്ങോട്ട് അറിയില്ല ആൾക്കാർക്ക്. നമ്മളിങ്ങനെ വലിയതായെന്നല്ല, എന്നാൽ ഇതുപോലൊരു കുഞ്ഞു പരിപാടിയൊക്കെ ഉണ്ടെന്ന് അത്രയും അങ്ങോട്ട് അറിഞ്ഞിട്ടില്ല. എന്താണെങ്കിലും നല്ല പരിപാടികളാണ്. കാരണം ഞാൻ വീഡിയോസൊക്കെ കാണുമ്പോഴാണെങ്കിലും നല്ല രീതിയിൽ നല്ല എനർജിക്കായിട്ട് തന്നെ ഇത് പാടുന്നുണ്ട്, നല്ല രസമായിട്ട് അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. നമ്മുടെ ഈ അടുത്തൊരു പരിപാടി ഉണ്ട്, ഈ പൂക്കാട്ടുപടിയിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ ഒരു പരിപാടി പറഞ്ഞിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ ഒന്ന് എത്തണം, അപ്പോൾ നമ്മുടെ മൊത്തം ടീമിനെ ഒന്ന് കാണാൻ പരിചയപ്പെടാനും പറ്റും. തീർച്ചയായിട്ടും സമയമുണ്ട്. അത് എന്താണ് ഡേറ്റ്? അത് ഫെബ്രുവരി 9 എനിക്കൊരു എന്തായാലും അല്ല, നമ്മൾ കണ്ടിന്യൂസ് ഉണ്ടല്ലോ, എന്തായാലും സ്ഥലത്തുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും വന്നിരിക്കും. ഒരു അടിപൊളി ഒരു പാട്ട് പാടി, നാടൻ പാട്ടില്. നാടൻ പാട്ടാണോ അതോ എന്ത് വേണമെങ്കിലും പാടിക്കും, ഇഷ്ടമുള്ളൊരു നല്ല. മയുടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി, അവൾ കലത്തേണിക്കില്ല, മുറ്റമടിക്കില്ല, പല്ലും കൂടി തെക്കൂലന്നേ. അടമയുടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി, അവൾ കലത്തേണിക്കില്ല, മുറ്റമടിക്കില്ല, പല്ലും കൂടി തെക്കൂലന്നേ. മുറ്റമടിക്കാനായി ചൂലെടുത്താൽ അവൾ നടന്നും കൊണ്ടിറങ്ങും ചെയ്താൻ, മുറ്റമടിക്കാനായി ചൂലെടുത്താൽ അവൾ നടന്നും കൊണ്ടിറങ്ങും ചെയ്താൻ. തല്ലാനോ പാടില്ല, കൊല്ലാനോ പാടില്ല, മാമാൻ്റെ മോളായി പോയി. തല്ലാനോ പാടില്ല, കൊല്ലാനോ പാടില്ല, മാമാൻ്റെ മോളായി പോയി. അടമയുടെ മയുടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി, അവൾ കലത്തേണിക്കില്ല, മുറ്റമടിക്കില്ല, പല്ലും കൂടി തെക്കൂലന്നേ. അടമയുടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി, അവൾ തേണിക്കില്ല, മുറ്റമടിക്കില്ല, പല്ലും കൂടി തേക്കൂലന്നേ. എന്താണെങ്കിലും നല്ല എനർജി ആയിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. അപ്പോൾ സ്റ്റേജിലൊക്കെ പറയേണ്ട കാര്യമില്ല, നല്ല അടിപൊളിയായിട്ടായിരിക്കും പെർഫോം ചെയ്യണത്. ശരിക്കും എന്താവണമെന്നായിരുന്നു ആഗ്രഹം? ശരിക്കും പറഞ്ഞാൽ ഒരു പോലീസുകാരനാവണമെന്നുള്ളായിരുന്നു ഭയങ്കര ആഗ്രഹം. അതിനുള്ള ലുക്കൊക്കെ ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ വന്നതുമാണ്. PSC തലത്തിലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റൊക്കെ വന്ന് പോയി, ഇതാണ് പറ്റിയത്. അപ്പം നമ്മൾ അതിൻ്റെ ഫിസിക്കലും കാര്യങ്ങളൊക്കെ പരീക്ഷയൊക്കെ പാസ്സായപ്പോൾ തന്നെ നമ്മൾ പോലീസായിരുന്നു ഇവിടെ നാട്ടിൽ. പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ അതങ്ങോട്ട് ആയില്ല. പക്ഷേ ഇങ്ങനെ വലിയ ആൾക്കാരുടെ മുമ്പിൽ ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്കിങ്ങനെ സംസാരിക്കാനും പാട്ട് പാടാനൊക്കെ ഭയങ്കര വിറയിലും ഇതൊക്കെ ഉള്ള ആളായിരുന്നു. പക്ഷെ ഇപ്പം ഇങ്ങനെ ഈ ഇതിലൊക്കെ വന്ന് പാടി ഇപ്പോൾ അതിൻ്റെ ആങ്കർ ചെയ്യുന്ന ഞാനാണ് ആ പരിപാടി. അപ്പോൾ എനിക്ക് ഈ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് സംസാരിക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ചെയ്തപ്പോൾ ഈ 19 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ സ്വരലയ കലാവേദി ആട്ടക്കളം നാടൻപാട്ട് സമിതി എന്നാണ് നമ്മുടെ സമിതിയുടെ പേര്. സുധീഷ് ആട്ടക്കളം ആണ് അതിൻ്റെ ടീം മാനേജർ, കോർഡിനേറ്റർ. പിന്നെ നമ്മുടെ ഒരു 10-20 കൂട്ടാളികളുണ്ട്, മിടുക്കരായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും കൂടിയിട്ട്. അപ്പോൾ അവർക്കൊരു പ്രോഗ്രാം ഒന്ന് സപ്പോർട്ട് ചെയ്യണം, നമ്മൾ മോശക്കാരല്ല എന്ന് പറയണം. എന്താണെങ്കിലും ഇത് കാണുന്ന എല്ലാവരും ഉണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽ ഞാനിതിൽ കൊടുക്കാം. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ വന്ന് പ്രോഗ്രാം ചെയ്തു തരും. ഇതുപോലെയുള്ള കണ്ടിട്ടുള്ളവർ വേണമെങ്കിൽ പറഞ്ഞോട്ടെ, നല്ലതാണോ ചീത്തയാണോ അതും കൂടി പറയാം. ഇങ്ങനെയുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളില്ലാത്തവർ ആരും തന്നെ ഇല്ല. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. ഇതുപോലുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാനും ഇത് ഇങ്ങനെ ഇറങ്ങിയേക്കണത്. അപ്പോൾ എന്താണെങ്കിലും ഈ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ വിരൽത്തുമ്പൽ കൊണ്ട് ഒന്ന് ലൈക്കും, ഒന്ന് കമൻറ്റും, ഒന്ന് ഷെയറും ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊക്കെ രക്ഷപ്പെട്ടു പോകും. നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഇവരുടെ ഒരു സന്തോഷമാണ്. ഈ സന്തോഷം നമ്മൾ നേരിട്ട് ഇപ്പോൾ കണ്ടു വന്നു കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ നമ്മൾ ഇരുത്തിയിട്ടോ അങ്ങനെ ഒന്നും അല്ലാതെ നമ്മൾ ഇതിലേക്ക് പോയി. എന്താണെങ്കിലും കണ്ടതിലും എനിക്കൊരു പുതിയൊരു
ഫ്രണ്ടിനെയും കൂടി കിട്ടി. എന്താണെങ്കിലും നമ്മൾ വാട്സപ്പിലൂടെ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നേരിട്ട് കണ്ടു. അപ്പോൾ ഇതൊരു നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ കലാകാരന്മാരോട് പറയുന്ന ഒരു കാര്യം പറഞ്ഞു ഈ ആഗ്രഹമുള്ള കലാകാരന്മാർ ധൈര്യമായിട്ട് പറഞ്ഞോട്ടോ. കാരണം ഞാൻ ഇതുപോലെ ഈ ഇബ്രുബായുടെ അടുത്ത് എപ്പോഴെങ്കിലും മെസ്സേജ്, ഇബ്രുബായ് ആദ്യം വലിയ തിരിഞ്ഞൊന്നും നോക്കിയില്ല ഇതൊക്കെ അയച്ച സമയത്ത്. അപ്പോൾ ഇതെന്തോ സാധാരണ ഒരു ആൾ അയക്കുന്നതാണ്. നമ്മുടെ ഈ മെസ്സേജ് കണ്ട് തീവ്രത മനസ്സിലാക്കിയപ്പോൾ വന്ന് അപ്പോൾ കലാകാരന്മാരെ ആരെങ്കിലും ഒരു ധൈര്യമായിട്ട് അതുപോലെ ഒരു തീവ്രത വേണം അതിന്. അല്ല, ലൈക്കും കമന്റും നല്ല കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അയക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൂട്ടത്തിലാണ് ഞാനും പെടുത്തിയുള്ളൂ. അതിനുശേഷമാണ് പാട്ടുകൾ അയച്ചു തന്നത്. പാട്ടുകൾ അയച്ചു തന്നതിന് ശേഷം എനിക്കൊരു വോയിസ് ഇട്ടു, ഇബ്രുബായ് എനിക്ക് നിങ്ങളുടെ ചാനലിലൊന്ന് വരണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കിതുണ്ട്, കേൾപ്പിക്കുന്നതിന് കുഴപ്പമുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നു. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഓക്കെ ലൈക്ക് ഓക്കെ എന്നുള്ള രൂപത്തിലേക്ക് വരുള്ളൂ. നമുക്കൊരു നല്ലൊരു അടിപൊളി പാട്ട് പാടിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഇത് ഈ പ്ലാൻ ചെയ്യാതെ വന്നുള്ള ഇതുപോലത്തെ ലാഗിങ് വരും. അത് കുഴപ്പമൊന്നുമില്ല, ആ ലാഗിങ് ഒന്നും ഒരു കുഴപ്പമില്ല. കാരണം ഇതാണ് വേണ്ടത്. ഇങ്ങനെയും പറയാൻ പറ്റുന്ന ഒരു കലാകാരനെയാണ് എനിക്ക് കാണിക്കേണ്ടത്. ഇതൊരു ഇനിയിപ്പോൾ നാടൻ പാട്ട് എന്ന് പറഞ്ഞിട്ട് നാടൻ പാട്ട് അത്ര അടിപൊളിയൊന്നുമല്ല, എന്നാലും നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ അതിലൊരു തനിമ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഇതിൽ നാടൻ പാട്ടിനൊരു പാട്ട് പാടിയില്ല. അപ്പോൾ ഇതിലൊരു ഈ കാവുകളിലും കളങ്ങളിലൊക്കെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് പാടുന്നൊരു പാട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ വൈൻഡപ്പ് അടിപൊളി പ്രതീക്ഷിക്കരുത്. വേണ്ട, നോ പ്രോബ്ലം. അപ്പോൾ ആ ഒരു നാടൻപാട്ടിന് 2 വരി പാടാം. അമ്മേ നല്ലമ്മേ കൊടുങ്ങല്ലൂർ കാവിൽ വാഴുമമ്മേ, കോർമുടിയാടമ്മേ ചെന്താമരച്ചേലി വാഴുമമ്മേ. അമ്മേ നല്ലമ്മേ കൊടുങ്ങല്ലൂർ കാവിൽ വാഴുമമ്മേ, കോർമുടിയാടമ്മേ ചെന്താമരച്ചേലി വാഴുമമ്മേ. കാഞ്ചന കണ്ണെഴുതി മുല്ലമലർ ചൂടി വാർമുടിയിൽ, കാർമുകിൽ ചന്തമേഴും വടക്കില്ലം വാഴും കണ്ണകി നീ. അമ്മേ നല്ലമ്മേ കൊടുങ്ങല്ലൂർ കാവിൽ വാഴുമമ്മേ, കോർമുടിയാടമ്മേ ചെന്താമരച്ചേലിൽ വാഴുമമ്മേ. അമ്മേ നല്ലമ്മേ കൊടുങ്ങല്ലൂർ കാവിൽ വാഴുമമ്മേ, കോർമുടിയാടമ്മേ ചെന്താമരച്ചേലിൽ വാഴുമമ്മേ. അങ്ങനെ കുറേ വരികളൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ട് പോകും. എല്ലാം പോയാൽ ചിലപ്പോൾ പരിപാടി അത് മാത്രമല്ല സമയം ഓഫീസിൽ പോകാൻ. അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. തൽക്കാലം ഇവിടെ പറയുന്നു, നിങ്ങളുടെ സ്വന്തം ഇബ്രു.